KCV ജനപക്ഷം 2026 നാടിന്റെ ശബ്ദം നേരിട്ട ജനങ്ങളിലേക്ക് എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അടിവാടാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അടിയന്തരമായി എന്തൊക്കെ വികസന കാര്യങ്ങളാണ് ഈ അടിവാടിന് ചെയ്യാനുള്ളത്? അടിവാട് മെയിനായിട്ട് പോകേണ്ടത് കാന വെള്ളം പോകാനുള്ള സജ്ജീകരണം, പിന്നെ വേഗം തന്നെ വെള്ളം കെട്ടിക്കിടക്കും, പിന്നെ റോഡാണെങ്കിൽ തന്നെ അങ്ങനെ തന്നെയാണ്. പിന്നെ കടകളിൽ ഇങ്ങനെയുള്ള ബോർഡുകളെല്ലാം പുറത്തേക്കാണ് നിൽക്കണം. എല്ലാ സജ്ജീകരണങ്ങളൊന്നും ഇല്ല. ബാക്കി വഴി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. വഴി കാര്യങ്ങളുണ്ട്, എന്നാലും എല്ലാം മുട്ടി കിടക്കാൻ ഇതാണ് ശോധനാവസ്ഥയാണ്. ഓക്കെ, വഴി വെള്ളം എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്? 100%. ഇല്ല, വെള്ളം ഇല്ല. വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. വെള്ളം നിർബന്ധമാണ്. പിന്നെ എനിക്ക് യാത്രാ സൗകര്യങ്ങളൊക്കെ ഓക്കെയാണോ? യാത്രാ സൗകര്യം ബസ്സുകൾ കുറവുണ്ട്. ബസ്സുകൾ കൊടമണ്ട പുത്തുഴി ഭാഗത്ത് ബസ് കുറവാണ്. അപ്പം ഞാൻ വന്നത് തന്നെ ഓട്ടോറിക്ഷ അവിടെ നിന്ന് അടിവാട് വന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്ക് പോകാൻ കൊടമണ്ടയ്ക്കാണ്. അപ്പം ബസ് സൗകര്യം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ പ്രധാന പ്രശ്നങ്ങളാണ്. അതൊക്കെ പ്രധാന പ്രശ്നം. അടിയന്തരമായിട്ട് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റേഡിയം ഫെസിലിറ്റീസ്, പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സംവിധാനങ്ങൾ അതൊക്കെയാണ് അത്യാവശ്യപ്പെട്ട കാര്യം. ഓക്കെ, അടിയന്തരമായിട്ട് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? വികസന കാര്യങ്ങൾ അടിവാടിനെ സംബന്ധിച്ച്? അടിവാട് ടോയ്ലറ്റ് ഇല്ല. സൗകര്യപ്രദമായിട്ട് ടോയ്ലറ്റ് അത്യാവശ്യമായിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടുത്തെ കാര്യം ടാക്സികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല. പിന്നെ വെള്ളം, യാത്രാ സൗകര്യങ്ങൾക്ക് കുഴപ്പമില്ല. KSRTC എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അത്യാവശ്യ കാര്യങ്ങൾ ഇതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും അത്യാവശ്യം. വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? യാത്ര, വെള്ളം, അങ്ങനെയുള്ള എന്താ ആവശ്യങ്ങളുണ്ട്? യാത്ര വേണം, എല്ലാം വേണം. എല്ലാ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. പ്രധാനമായിട്ട് ഇപ്പൊ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ? രൂക്ഷമായിട്ട് എല്ലാം വിഷയമാണ്. വിലക്കയറ്റം എല്ലാം ഈ വിഷയമാണ്. എല്ലാം വലിയ പ്രശ്നങ്ങളാണ്. ഈ ജനപക്ഷം 2026 നിന്നാണ്. അടിവാടിനെ സംബന്ധിച്ചോളം ഇനി അടിയന്തരമായിട്ടുള്ള വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടിവാടിന് വികസനം ഉണ്ടാണ് ഇവിടെ. എന്തൊക്കെയാണ് നഗര വികസനം. ഇവിടെ യാത്രക്കാർക്ക് മൂത്രപ്പുര കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ. അങ്ങനത്തെ സൗകര്യങ്ങൾ ഒരു വികസനം ഇവിടെ ഇല്ല. വെള്ളക്കെട്ട്, വർഷക്കാലമായി ഇവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ടൈറ്റാണ്, റോഡ് വികസനമില്ല. 10 വർഷമായിട്ട് ഒരു പുരോഗതിയും നമ്മുടെ അടിവാടില്ല. ഭരണപരാജയമാണ്. വികസനങ്ങൾ വളരെ പുറകോട്ടാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? അടിയന്തരമായിട്ടുള്ള വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി വേണ്ടത്? ഇനിയുള്ള ഉടനുള്ള വികസനം ഇപ്പോൾ വേണ്ടത് നമ്മുടെ ഇവിടെ വ്യാപാരികൾക്ക് സൗകര്യപ്രദമായിട്ട് ഒരു പബ്ലിക് ടോയ്ലറ്റ് ആവശ്യമാണ്. അതേപോലെ തന്നെ വെള്ളക്കെട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളക്കെട്ടിന് അതിനുള്ള കാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. മെയിനായിട്ട് വേണ്ടത് ഈ പബ്ലിക് ടോയ്ലറ്റാണ്. ഓക്കെ, താങ്കളുടെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ്? പറഞ്ഞ അടിവാട് വളരെ തിരക്കേറിയ ഒരു ടൗണാണ്. അപ്പോൾ അതിനനുസരിച്ച് അടിവാട് ഗതാഗതമൊക്കെ സുഗമമാക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയും അതിനുള്ള ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യണം. പലപ്പോഴും അടിവാട് ഒരു അവഗണനയുടെ പട്ടികയിൽ വരുന്നുണ്ടോയെന്ന് സംശയിക്കുകയാണ്. പറഞ്ഞോളൂ. അതിന് പബ്ലിക് ടോയ്ലറ്റ് വേണം. എല്ലാ ഈ വ്യാപാരികൾക്ക് വേണ്ടിയുള്ള അതാണ് വേണ്ടത് മെയിനായിട്ട് വേണ്ടത്. ഓക്കെ ചേട്ടാ നമസ്കാരം. KCV ജനപക്ഷം 2026 നിന്നാണ്. ഈ അടിവാടിനെ സംബന്ധിച്ചോളം ഇനി അടിയന്തരമായിട്ട് വേണ്ട വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ പൊതുവായിട്ടുള്ളൊരു പബ്ലിക് ടോയ്ലറ്റില്ല. ഇവിടെ വന്നവരാരും അതിനു വേണ്ടി ഇതില്ല. ഒരു വന്ന യാത്രക്കാർക്കോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ ഒരു അത്യാവശ്യം മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ ഇതിനുള്ള ഒരു സംവിധാനവും ഇവിടെ ഇല്ല. പിന്നെ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഓട്ടോറിക്ഷ ഇങ്ങനെ ഉള്ള റോട്ടിൽ കൂടെ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ പാർക്കിംഗ് ഏരിയ ഒട്ടുമില്ല. അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ അത്യാവശ്യം വേണ്ട രണ്ട് കാര്യങ്ങൾ. വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. കുടിവെള്ള പ്രശ്നങ്ങൾ ടൗണിൽ അങ്ങനെ വിഷയമില്ലെങ്കിലും ഈ സമീപ പ്രദേശങ്ങളിലുണ്ട് പ്രശ്നങ്ങളുണ്ട്. നമസ്കാരം. ഇനി അടിവാടിന് അടിയന്തരമായിട്ട് വേണ്ട വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടിവാടിന് അങ്ങനെ ചോദിച്ചാൽ എന്നാ പറയണം? വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്? ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, വെള്ള സൗകര്യങ്ങൾ, അങ്ങനെ യാത്രാ സൗകര്യങ്ങളൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. അതിപ്പോൾ അതുപോലെ എന്തൊക്കെയാണ്? അടിവാടിൻ്റെ വികസനം എന്ന് പറയുന്ന സ്റ്റാൻഡിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത്യാവശ്യമൊക്കെ ഇപ്പോൾ കഴിഞ്ഞല്ലോ. വേറെന്താ, ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അത്യാവശ്യമുണ്ട്. എന്നാലും സൗകര്യങ്ങൾ കുറവുണ്ട്, വികസനങ്ങൾ കുറവുണ്ട് ടൗണിൻ്റെ.
പാർക്കിങ്ങിനും അതിനൊക്കെയുള്ള. നമസ്കാരം. KCB ജനപക്ഷം 2026 നിന്നാണ്. അടിവാടിന് അടിയന്തരമായിട്ട് വേണ്ട വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടിവാടിന് വേണ്ടി ഇപ്പോൾ ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡ്, ബാക്കിയെല്ലാം ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും പബ്ലിക് ടോയ്ലറ്റ്, ഓട്ടോ സ്റ്റാൻഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓട്ടോ സ്റ്റാൻഡില്ല, ഓട്ടോ മാറ്റിയിട്ടേക്കണേ. ഇപ്പം അർജൻറ്റായിട്ട് ആൾക്കാർക്ക് നിൽക്കാതിരിക്കാൻ ഒരു സ്റ്റാൻഡാണ് അത്യാവശ്യമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. വെള്ളം, യാത്രാ സൗകര്യങ്ങൾ, ടോയ്ലറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒന്നുകൂടെ പറയാമോ? ഉള്ളതാണ്. ഒരു ശുചിമുറി ഇവിടെ പൊതുവായിട്ടില്ല. പഞ്ചായത്തോടുണ്ട്. ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നത്. ഏറ്റവും അത്യാവശ്യം പല സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ബിസിനസ് ചെയ്യുന്നത്. അവർക്ക് ജസ്റ്റ് ശുചിമുറിയുടെ ആവശ്യം ഏറ്റവും അത്യാവശ്യമാണ്. കോമൺ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിലുള്ള ശുചിമുറിയാണ് ഏറ്റവും അത്യാവശ്യം. ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഓക്കെയാണ്. ബാക്കി കടകൾ ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് വീട്. ഞാനിവിടെ അവിടെ ആളല്ല, എനിക്ക് 4 കിലോമീറ്റർ വീട്ടിൽ പോകണം. ജസ്റ്റ് ഒരു അത്യാവശ്യത്തിന് വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഇതില്ല. അതാണ് മെയിൻ അത്യാവശ്യം. ഒരു വെയിറ്റിംഗ് ഷിഫ്റ്റ് അവിടെ ഉണ്ട്. ഒരു അഞ്ചൊരു സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുടിവെള്ളമൊക്കെ ഉണ്ട്. എൻ്റെ കാഴ്ചപ്പാട് 22 വർഷമായി ഇവിടെ വന്നിട്ട് ഇതൊരു പോരായ്മയാണ്. പിന്നെ പള്ളിയിലൊന്നും പോയി, ഞാൻ കാത്തലിക്സാണ്, പള്ളിയിൽ പോയി നമുക്ക് ഇതിനുള്ള ആവശ്യങ്ങൾ, അടിയന്തരമായി നടക്കേണ്ട ആവശ്യങ്ങൾ നടത്താൻ അത് ഏറ്റവും അത്യാവശ്യമുള്ള കേസാണ്. അതാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും അത്യാവശ്യം ചെയ്യുന്നത്. പൊതുവായ ഒരു ശുചിമുറി ആവശ്യമുള്ള കേസാണ്. ഓക്കെ. നമസ്കാരം. KCB ജനപക്ഷം 2026 നിന്നാണ്. അടിവാടിന് അടിയന്തരമായിട്ട് വേണ്ട വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടിവാടിന് അടിയന്തരമായിട്ട് വികസനം, അടിവാടിന് എല്ലാ കാര്യങ്ങളും വികസനം ആവശ്യമില്ലേ? ഹോസ്പിറ്റല്, പിള്ളേർക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട്, അതുപോലെ അടിവാടിൻ്റെ സ്കൂളിൻ്റെ കാര്യങ്ങൾ, അതിൽ കോളേജൊക്കെ അടിവാട് വരുവാണെങ്കിൽ നല്ലതല്ലേ? എല്ലാ കാര്യങ്ങളും അടിവാടിന് ആവശ്യമാണ്. ഒരു ടൗണിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് അടിവാടിന് ആവശ്യമാണ്. പ്രധാനമായിട്ട് ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നിലവിൽ പരിപാടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹോസ്പിറ്റലില്ല, സ്കൂളുണ്ട്, ഒരു കോളേജ് വേണം, സ്കൂളുകാർക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് വേണം, ഇതൊക്കെ ആവശ്യമാണ്. പബ്ലിക് ടോയ്ലറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും? പബ്ലിക് ടോയ്ലറ്റ് ഏത് ടൗണിൽ അത്യാവശ്യമാണല്ലോ. അതായത് പഞ്ചായത്തിന് അടിപൊളിയാക്കേണ്ട കേസുകളാണ്. പബ്ലിക് ടോയ്ലറ്റ് അടിപാടില്ല. അടിപാട് പണ്ടേ വേണ്ട സംഭവമാണ്. പബ്ലിക്കായിട്ട് ടോയ്ലറ്റ് ഇത്ര ആൾക്കാർ വന്നു പോകണല്ലേ, ഇതൊക്കെ അത്യാവശ്യമുള്ള കേസുകളാണ്. ആര് നിലവിൽ വന്നാലും ഇതൊക്കെ കൊണ്ടുവരേണ്ട അത്യാവശ്യമുള്ള കേസുകളാണ്. ഇതൊരൊന്നും ആയിട്ടില്ല. സ്കൂളായിട്ടൊക്കെ ആയിട്ടുണ്ട്. അതിന് കോളേജ് ലെവലിലേക്ക് വരുവാണെങ്കിൽ നല്ലതായിരിക്കും. വികസന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി. ഇപ്പം നിങ്ങൾക്ക് അടിയന്തരമായിട്ട് വേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ആ ചേട്ടൻ ഉറക്കുമ്പോൾ ഒരു വികസനവും കാര്യമായിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. മെയിനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ കച്ചവട ബിസിനസ്സുകാർക്ക് ബാത്റൂം പോകാൻ ശരിക്കും ബാത്റൂം ഒരു സംവിധാനം ചെയ്യാൻ കുറേ നാളെ ഞങ്ങൾ പറയുന്നത്. ഇതുവരെ സംഭവം ശരിയായിട്ടില്ല. ബൈപ്പാസ് ആവശ്യമാണ്. പിന്നെ പറഞ്ഞോ, ഒരു ബൈപ്പാസ് ആവശ്യം. എപ്പോഴും വണ്ടി ട്രാഫിക് ബ്ലോക്ക് കൂടുതലാണ്. പിന്നെ ബസ് സ്റ്റാൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്റ്റാൻഡ് തന്നെയാണ്. ബസ് സ്റ്റാൻഡിൻ്റെ ആവശ്യമൊന്നുമില്ല. പരിപാടി ഓട്ടോ സ്റ്റാൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി ഇവിടെ ബസ് വെച്ച് നീക്കി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രാഫിക് ചൂടായി കിട്ടും. ഗുഡ്സ് കൊണ്ട് സ്റ്റാൻഡില്ല ഇവിടെ. ഞാൻ ഗുഡ്സ് ഡ്രൈവറാണ്. സ്റ്റാൻഡ് കുറേ നാളായിട്ട് ഞങ്ങൾ പറയുന്നത് സ്റ്റാൻഡ് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരുപാട് പരിമിതികളുണ്ട് ഇവിടെ. മെയിനായിട്ട് ബാത്റൂമല്ല. അത് ബാത്റൂം കുറേ നാളായിട്ട് ഇപ്പോൾ ഇവിടെ ബസ് വന്ന് എത്തിച്ചു പോകുന്നുണ്ട്. ട്രാൻസ്പോർട്ട് യാത്രക്കാർക്ക് ബാത്റൂമില്ല. പള്ളിയിലേക്ക് ചിലപ്പോൾ മൂത്രമൊഴിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അത് ശരിക്കും പെട്ടെന്ന് ഉണ്ടാവേണ്ട സംഭവമാണ്. അതിനൊരു തീരുമാനം അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം. പക്ഷേ 2026 നിന്നാണ്. അടിവാടിന് അടിയന്തരമായിട്ട് വേണ്ട വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ എന്താ കാര്യമായിട്ടുള്ള ഒരു വികസനം നടന്നിട്ടില്ല. പ്രധാനമായിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നേരിടുന്ന പ്രശ്നങ്ങളെന്ന് വെച്ചാൽ കുടിവെള്ളക്ഷാമമുണ്ട്. പിന്നെ വിലക്കയറ്റാതിരി വിഷയമുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ. യാത്രാ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട്? യാത്രാ സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? യാത്രാ സൗകര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല. വേറെ പ്രധാനമായിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നേരിടുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം പബ്ലിക് ടോയ്ലറ്റ് അങ്ങനെയൊക്കെ പറയുന്ന പോലെ അതുപോലത്തെ എന്തെങ്കിലും ബന്ധമുള്ള പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളുണ്ടോ? ഒന്നുമില്ല. ജനം വളരെയേറെ ബുദ്ധിമുട്ടിലാണെന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പോൾ എല്ലാം ആയല്ലോ. അടിവാടുള്ള ആളാണോ? അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാണ്. ആണല്ലേ. ഇവിടെ അടിയന്തരമായിട്ട് നാട്ടിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നമാണോ എനിക്കൊന്നും അറിയില്ല. അല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
സ്കൂളിലെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂളല്ല, നാടിനെ സംബന്ധിച്ചോളം യാത്രാ സൗകര്യങ്ങൾ, പബ്ലിക് ടോയ്ലറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? അങ്ങനെയുള്ള എല്ലാ വികസന കാര്യങ്ങളും ആയതാണോ? ഓക്കെയാണ്. പറഞ്ഞോ, വികസന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞോ? എൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, 100% ഓക്കെയാണ്. ഓക്കെ. ഇപ്പോൾ പബ്ലിക് ടോയ്ലറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ എന്തൊക്കെ അത്യാവശ്യമാണ് നാടിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നാടിന് വേണ്ടപ്പോൾ ഗ്യാസിന് ക്ഷാമമാണ്, വെള്ളത്തിനൊക്കെ ക്ഷാമമുണ്ട്. ഒരുപാട് ഭാഗം പ്രധാനമായിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എല്ലാത്തിനും വിലക്കയറ്റം കൂടിയേക്കുവാണ് സാധനങ്ങൾക്കൊക്കെ. അതൊക്കെയാണ് പ്രധാന പ്രശ്നം. പക്ഷെ 2026 ചാനലാണ്. നമ്മുടെ നാടിന് വേണ്ട അടിസ്ഥാനമായിട്ടുള്ള വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടിവാടിനെ സംബന്ധിച്ചോളമുള്ള അടിവാടിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരുപാട് വ്യവസായങ്ങൾ നടക്കാനുണ്ട്. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡില്ല, ഒരു പൊതുജനങ്ങൾക്കായിട്ടൊരു യൂറൻഷൻ ഇതൊന്നുമില്ല. ഇവിടെ യാതൊരു വഴിയില്ല. ഇവിടെ പഞ്ചായത്തിൻ്റെ തന്നെ ഇവിടെ ടൗണിനെ പറ്റുമെന്ന് നടത്തി അവർ ആ ബിസിനസിൻ്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടെ ആരും തയ്യാറില്ല. പഞ്ചായത്ത് വളർത്തുക എന്നുള്ളതല്ലാതെ ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ് കളിക്കുക, പൊതുജനങ്ങൾക്കായിട്ടൊന്നും ചെയ്യുന്നില്ല. യാത്രാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വാഹനത്തിന് ലഭ്യത, യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പ്രധാന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. പ്രധാന പ്രശ്നങ്ങൾ ഇതാണ്. ഈ പൊതുജനങ്ങൾക്കായിട്ടൊരു വെയിറ്റിംഗ് ഷെഡ് ഇവിടെ ഇല്ല. യാത്രയ്ക്ക് കുഴപ്പമില്ല, മറ്റുള്ള കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല പോകണം. നമ്മളൊരു ബിസിനസ് ഓൾറെഡി വ്യാപാരിയാണ്, ഇങ്ങനെ പോകുന്നു ആണല്ലേ? KCB ജനപക്ഷം 2026 നമ്മുടെ അടിവാടിന് അടിയന്തരമായിട്ട് വേണ്ട വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടിവാടിന് അടിയന്തരമായിട്ട് വേണ്ടതൊരു പൊതു ശൗചാലയം ഇല്ല അവിടെ. അതാണ് ഇപ്പോൾ ഏറ്റവും അടിയന്തരമായിട്ട് വേണ്ടത്. പിന്നെന്താണ് വാഹനത്തിന് ലഭ്യത, അത് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. വെള്ളം എല്ലാം കുഴപ്പമില്ല, വെള്ളം കുഴപ്പമുണ്ട്. ഇവിടുന്ന് ഈ കൊടമുണ്ട റോഡിലേക്ക് ഈ പുലുക്കുന്നേപ്പടിയിൽ വെള്ളത്തിന് നല്ല ക്ഷാമമുണ്ട്. വാട്ടർ സപ്ലൈയുടെ അങ്ങോട്ട് ഫോഴ്സ് എത്തുന്നില്ല. അതിനിതുവരെ ഒരു പരിഹാരമായിട്ടില്ല. പിന്നെന്താണ്, ഇതൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ. നമ്മുടെ നാടിന് അടിയന്തരമായിട്ട് വേണ്ട വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ് അടിവാടിനെ സംബന്ധിച്ചോളം? എന്തോ ഡസ്റ്റ്ബിൻ അത്യാവശ്യമായിട്ട് വേണം. പിന്നെ ബസ്സിൻ്റെ ടൈമിങ്സ് അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഓക്കെ. ഒരു ടോയ്ലറ്റ് ഇല്ല അവിടെ, അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ ഇവിടെ ഭായിമാർ തിങ്ങി നിറഞ്ഞിട്ട് ഇവിടെ ബ്രൗൺ ഷുഗർ, കഞ്ചാവ്, സത്യം പറഞ്ഞാൽ എയ്ഡ്സ് വരെ ഇവിടെയുണ്ട്. അതുവരെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിയന്ത്രിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അവർ വന്നതിനോ പണിയതിനോ കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഭയങ്കര കാര്യങ്ങൾ, അതായത് അമിതമായിട്ട് ആളുകൾ തിങ്ങി താമസിക്കുക, അങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ വലിയ ഇഷ്യൂസ് തന്നെയാണ്. നമ്മുടെ ഹെൽത്തിനും എല്ലാത്തിനും ഇഷ്യൂസാണ്. വേസ്റ്റ് എല്ലാം പ്രശ്നങ്ങളാണ്, പ്രധാന പ്രശ്നങ്ങളാണ്. പിന്നെ സംശയമില്ലല്ലോ. ഇനി ഡയമണ്ട് ആണ് താരം. എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞു തരാം. നവംബർ 17 മുതൽ നമ്മുടെ ചേച്ചി ഗോൾഡിൽ ഒരു ഡയമണ്ടിന്റെ മെഗാ എക്സ്ചേഞ്ച് മേള നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഏത് കടയിൽ നിന്നെടുത്തതും കാർഡ് നഷ്ടപ്പെട്ടതുമായ ഡയമണ്ട് ആഭരണങ്ങൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡിസൈൻസിലുള്ള ബ്യൂട്ടിഫുൾ ഡയമണ്ട് ആഭരണങ്ങളാക്കി നിങ്ങൾക്ക് മാറ്റി വാങ്ങാവുന്നതാണ്. അതും BBS EF ക്വാളിറ്റിയിലുള്ള നാച്ചുറൽ ഡയമണ്ട്സ് ആയി. അപ്പോൾ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഡയമണ്ട് അല്ലേ താരം? JJ Golden Diamonds. Trust is a thing to be experienced. എന്താ കൺഫ്യൂഷൻ? ഫോൺ മേടിക്കുമ്പോ റാം ആണോ പ്രോസസർ ആണോ നോക്കേണ്ടത്? ആദ്യം വേണ്ടത് ഓക്സിജൻ ആണ്. മൊബൈൽ, ലാപ്ടോപ്പ്, TV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, നിങ്ങളുടെ എല്ലാ ഡിജിറ്റൽ ആവശ്യങ്ങൾക്കും ഒരു എക്സ്പെർട്ട്. ഗ്രേറ്റ് ബ്രാൻഡ്സ്, അമേസിംഗ് ഓഫേഴ്സ്, എക്സ്പെർട്ട് സർവീസ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. ഇടിച്ചു കയറാം എഡ്യൂക്കേഷന്റെ നെക്സ്റ്റ് ജനറേഷനിലേക്ക്.
കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിങ്, കോഡിംഗ്, വ്ളോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള GTech സെന്ററുമായി ബന്ധപ്പെടുക. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും വെറൈറ്റി മോഡൽ അലമാരകളും ടേബിളും കമ്പനി വിലയ്ക്ക് വാങ്ങാവുന്നതാണ്. ഉപഭോക്താക്കളുടെ മനസ്സിനിണങ്ങിയ രീതിയിൽ ഏത് വലിപ്പത്തിലും നിർമ്മിച്ചു തരുന്നതാണ്. 30ലധികം അലമാരകളുടെ വിവിധ ശേഖരണമായ ശക്തി എഞ്ചിനീയറിംഗ് വർക്ക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ശക്തി സ്റ്റീൽ ഫർണിച്ചർ, അലമാര ആൻഡ് ടേബിൾ കമ്പനി, ചെറുവട്ടൂർ 314 ജംഗ്ഷൻ, കോതമംഗലം. ഫോൺ 04852549 ശക്തി സ്റ്റീൽ ഫർണിച്ചർ. ലൈഫ് ലോങ് റിലേഷൻഷിപ്പ്. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. പിന്നീട് ഓരോ വർഷവും കടന്നു പോകുമ്പോ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. പത്തരമാറ്റ് പരിശുദ്ധിയോടെ 30 വർഷത്തെ വിശ്വസ്തതയാർന്ന സേവന പാരമ്പര്യമുള്ള കൊച്ചുവീട്ടിൽ ലക്ഷ്മി ജ്വല്ലറിയിൽ 3 നിലകളിലായി ഏറ്റവും പുതിയ ഡിസൈനുകളിലെ ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. 2026 ഏപ്രിൽ 25 വരെയുള്ള അരപ്പവൻ മുതലുള്ള എല്ലാ പർച്ചേസുകൾക്കും സമ്മാന കൂപ്പൺ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് 1ാം സമ്മാനം ഒരു ബജാജ് ചേതക് ഇലക്ട്രിക് സ്കൂട്ടർ, 2ാം സമ്മാനം സോണി LED TV, 3ാം സമ്മാനം സാംസങ് സ്മാർട്ട് ഫോൺ. 2 ഗ്രാം മുതലുള്ള പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. കൊച്ചുവീട്ടിൽ ലക്ഷ്മി ജ്വല്ലറി, PO ജംഗ്ഷൻ, കോതമംഗലം. ടിയാനയിൽ ലൈറ്റ് വെയ്റ്റ് വെറൈറ്റി കളക്ഷൻസ്. 18 ക്യാരറ്റ് ചെയിൻസ്, 22 ക്യാരറ്റ് നെക്ലേസ്, വലിയവർക്ക് ഉപയോഗിക്കാവുന്ന 1 ഗ്രാമിന്റെ മോതിരങ്ങൾ, 1/2 ഗ്രാമിന്റെ സെക്കൻഡ് സ്റ്റഡുകൾ, 1 ഗ്രാമിന്റെ മാലകൾ, 2 ഗ്രാമിന്റെ വളകൾ. ടിയാന എന്നും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്ക് മികച്ച ക്വാളിറ്റി നിലനിർത്തുന്നതിനാൽ ഇവിടെ നിന്നും വാങ്ങുന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ നിങ്ങൾക്ക് ഡെയിലി വെയറായോ പാർട്ടി വെയറായോ ഉപയോഗിക്കാം. ടിയാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കോതമംഗലം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പരിശുദ്ധ. മനം കൊതിക്കുന്ന സ്വർണഗീതികൾ, ആരും മോഹിക്കുന്ന സ്വർണാഭരണ വിസ്മയങ്ങൾ. പരിശുദ്ധ BIS 916 ഹോൾമാർക്ക് സ്വർണത്തിൽ തീർത്ത വിവാഹാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ്. എന്നിലെ അഴകിനെ തൊട്ടുണർത്തുന്ന സ്വർണ വിസ്മയങ്ങൾ. ഏറ്റവും പുതിയ ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. പരിശുദ്ധിയുടെ പത്തരമാറ്റ തങ്കത്തിളക്കം. Classic and traditional collections. ആരും അണിയാൻ കൊതിക്കുന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ യുണീക് കളക്ഷൻസ്. വിശ്വസ്തതയുടെ 75 വർഷങ്ങൾ. ജോയൽ ഗോൾഡ് പാലസ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, കോതമംഗലം. സ്വർണം പണയം വെക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? സ്വർണത്തിന്റെ മൂല്യത്തിനൊത്ത പണം ലഭിക്കുന്നുണ്ടോ? ഏറ്റവും കുറഞ്ഞ പലിശ മാത്രമേ വാങ്ങുന്നുള്ളൂ? നിങ്ങളുടെ സ്വർണം അവിടെ സുരക്ഷിതമാണോ? കമ്പനിക്ക് വിശ്വസ്തതയുണ്ടോ? എങ്കിൽ ധൈര്യമായി ക്യാപിറ്റൽ ഫിൻസർവിലേക്ക് ചെല്ലും. കുറഞ്ഞ പലിശ, കൂടുതൽ പണം, 30 വർഷത്തെ പാരമ്പര്യം, ഹൃദ്യമായ സേവനം, ഞൊടിയിടയിൽ പണം. സൗത്ത് ഇന്ത്യയിലെ 100% വിശ്വസിക്കാവുന്ന സ്ഥാപനം CFL ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡ്. മാറുന്ന ജീവിതം, മാറാത്ത വിശ്വാസം.
നിങ്ങളുടെ അകത്തളങ്ങൾ അതിമനോഹരമാക്കുവാൻ 26 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഇറ ഫർണിച്ചേഴ്സിന്റെ ഹൈടെക് ഫാക്ടറി. സ്വന്തം തടിമില്ലിൽ സീസണിംഗ് ചെയ്ത് നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾക്ക് 20 വർഷത്തെ ഗ്യാരണ്ടിയും ഇറ നൽകുന്നു. മോഡുലാർ ഇന്റീരിയർ വുഡൻ ഫർണിച്ചറുകൾ ആൻഡ് സോഫാസ് ഒറ്റ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ഏക സ്ഥാപനമാണ് ഇറ. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ട് ആക്കുവാൻ എറമ്പത്ത് ഇറ ഫർണിച്ചർ. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, MC റോഡ്, കൂത്താട്ടുകുളം, കോളേജ് റോഡ്, കോട്ടപ്പടി. മോളുടെ കല്യാണത്തിന് ഒരു ചോക്കർ വേണം. അപ്പം നമ്മൾ സാധാരണ നല്ല ഹെവി ആയിട്ടുള്ളതാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം മാരേജ് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ടും കൂടെ പറ്റുന്ന രീതിയിലുള്ള എന്ത് ഐറ്റംസാണ് ഇവിടെ ഉള്ളത്? അതിന് പെയറിംഗ് കൺസെപ്റ്റിൽ വരുന്ന കുറച്ച് നെക്ലേസസ് ഉണ്ട്, അത് നമുക്കൊന്ന് കണ്ടാൽ. ജഹാൻ ജ്വല്ലേഴ്സ്, ഓപ്പോസിറ്റ് KCB, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കോതമംഗലം. KCB ജനപക്ഷം 2026 എന്നാണ്. നമ്മുടെ നാടിന് അടിയന്തരമായിട്ട് വേണ്ട വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വികസനം ഇപ്പം റോഡ്, അതുപോലെ തന്നെ ഇപ്പം പാലങ്ങൾ വീതി കുറവുള്ള, ഇപ്പം കൂരുമേൽ പാലമൊക്കെ വീതി കുറവാണ്. കാരണം അവിടെയൊക്കെ ഭയങ്കര തിരക്ക് വരുന്ന സ്ഥലം, ഹൈ റേഞ്ച് ബസ് റൂട്ടാണ്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. വേറെ ബാക്കി കാര്യമുള്ള വെള്ളം, യാത്രാ സൗകര്യങ്ങൾ, അങ്ങനെയുള്ള വെള്ളം ഇല്ലാത്ത ഏരിയ ഉണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ പരിഹരിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതൊക്കെ പ്രധാന പ്രശ്നങ്ങളാണ്. ഈ റോഡിൽ ഭയങ്കര തിരക്കാണ്. ഞാൻ ഇവിടെ യൂണിറ്റിൽ പണിയുന്ന ആളാണ്. അപ്പോൾ ഇവിടെ തിരക്ക് കാരണം വണ്ടികൾ ബ്ലോക്കാവുകയും ഇടിയുണ്ടാവും, വഴക്കുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്നുള്ളതാണ് നമ്മുടെ നിർദ്ദേശം. അപ്പോൾ അതിന് ബന്ധപ്പെട്ട അധികാരികളെ നിങ്ങൾ അറിയിക്കുക. എല്ലാ ആവശ്യങ്ങളാണ്. യാത്രാ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അല്ലല്ലേ, പിന്നെ എല്ലാ പെൻഷൻ കിട്ടണം, അത് അത്യാവശ്യമാണ്. പിന്നെ കുടിവെള്ളം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യമാണ്. KCB ജനപക്ഷം 2026 എന്നാണ്. നമ്മുടെ നാടിന് അടിയന്തരമായിട്ട് വേണ്ട വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടിവാടിനെ സംബന്ധിച്ചോളം നല്ലൊരു ഹോസ്പിറ്റല്, പിന്നെ കൺഫർട്ട് സ്റ്റേഷൻ, ഇതൊക്കെയാണ് അത്യാവശ്യം. പിന്നെ രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള ഒരു സൗകര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ പാലമാണെങ്കിലും ഇപ്പോൾ നമ്മുടെ കൊടമണ്ട പാലം, ഒരു അപ്രോച്ച്മെന്റ് പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ യാത്രയില്ല. മഴ പെയ്ത വെള്ളം വന്നാൽ പിന്നെ വണ്ടി കിടക്കാൻ ബുദ്ധിമുട്ടാണ്. ചേട്ടൻ്റെ അഭിപ്രായത്തില് പറഞ്ഞോ, എന്തൊക്കെ വികസന കാര്യങ്ങളാണ് ഇനി നടക്കാനുള്ളത്? കോതമംഗലത്ത് വികസന കാര്യങ്ങൾ നടക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടർ ഭരണം ഉണ്ടാകുന്ന ഈ കോതമംഗലത്തിന്റെ മണ്ണിൽ നിന്ന് കടന്നു വരുവാനും കോതമംഗലത്ത് പറഞ്ഞാൽ നമ്മൾ പിന്നെ 10 വർഷം മുമ്പ് ഇവിടെ നിലവിലെ MLA വരുന്ന പറഞ്ഞത് പിന്നെ കോതമംഗലം കാക്കനാട് ഹൈവേയുടെ കേസ് വന്നിട്ടുണ്ടായി. അത് നമ്മുടെ കോതമംഗലത്തെ സംബന്ധിച്ച് 7 കിലോമീറ്റർ 8 കിലോമീറ്ററൊക്കെ നമ്മുടെ പിന്നെ മണ്ഡലത്തിലുള്ളത്. അതിൽ 4 കിലോമീറ്ററിനടുത്തെങ്ങാണ്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് സംഭവം നടന്നിട്ടില്ല. പിന്നെ കോതമംഗലത്തിൻ്റെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ഒരു പിന്നെ ശോചനീയാവസ്ഥ എന്ന് പറയാനില്ലെങ്കിലും ഡോക്ടർമാരുടെ കുറവ് ഒരു സംഗതിയായിട്ട് നമുക്ക് പിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലിപ്പം പിന്നെ കോതമംഗലത്തിൻ്റെ ചുറ്റുമായിട്ട് റിംഗ് റോഡ് പോലെ ഇത് വന്നിട്ടുണ്ട്, എന്താണ് ബൈപ്പാസൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു സംഗതിയാണ്. അപ്പോൾ റോഡ് വികസനം, പിന്നെ കോതമംഗലം ടൗണിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കുരുത്തോടിൻ്റെ ഒരു 1.25 മണിക്കൂർ നിന്ന് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോതമംഗലം നമ്മുടെ ടൗൺ ഭാഗത്തുള്ള പിന്നെ PO ജംഗ്ഷൻ്റെ താഴത്തേക്കുള്ള കച്ചവടക്കാർക്ക് പിന്നെ വെള്ളം കയറൽ, അവരുടെ സാമഗ്രികളൊക്കെ എടുത്തുകൊണ്ട് അടുത്ത റൂമിലേക്ക് പോകലും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പം ആ കുരുത്തോടിൻ്റെ ആഴം കൂട്ടി കച്ചറയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ സുഗമമായി ആ തോട് ഒഴുകി പോകാനുള്ളൊരു സംവിധാനമൊക്കെ ഇതിൻ്റെ ആളുകളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ. അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ ഇതാണ്. പിന്നെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ കാര്യമാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. കാരണം ഡോക്ടർമാർ അവിടെ ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിച്ച് വരുന്നുണ്ട്. പക്ഷേ അതനുസരിച്ചിട്ട്
പിന്നെ ഉദ്യോഗതലത്തിലോ പിന്നെ ഭരണഭാഗത്തുള്ള ആളുകളുടെ ഒരു സപ്പോർട്ട് ആ വിഷയത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് ഇനി വരുന്ന ഭരണകർത്താക്കൾ നോക്കണമെന്നാണ് പറയാനുള്ളത്. ചേട്ടാ നമസ്കാരം. KCB ജനപക്ഷം 2026 നമ്മുടെ നാടിന് വേണ്ട അടിയന്തരമായിട്ടുള്ള വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി അടിവാടിനെ സംബന്ധിച്ചോളം? പിന്നെ പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. എല്ലാ സൗകര്യങ്ങളും തന്നെ ഉണ്ട്. യാത്ര, വെള്ളം, എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. ഞങ്ങൾ ഈ സിറ്റിനെ സംബന്ധിച്ചോളം ഓക്കെയാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചുള്ള അടിയന്തരമായിട്ട് വേണ്ട വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വികസനം എന്ന് പറഞ്ഞാൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയല്ല എല്ലാം. നാടിന് അത്യാവശ്യമായിട്ട്, അടിവാടിന് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം എന്തൊക്കെയാണ്? ഒരു ടോയ്ലറ്റ് മൂത്രപ്പരയൊന്നുമില്ല, അത് അത്യാവശ്യമായിട്ട് വേണം. വേറെ യാത്രാ സൗകര്യങ്ങൾ, വെള്ളം, എല്ലാം ഒക്കെയാണ്. ചേട്ടാ നമസ്കാരം. KCB ജനപക്ഷം 2026 അടിവാടിനെ സംബന്ധിച്ചുള്ള അടിയന്തരമായിട്ട് വേണ്ട വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടിവാടിന് വേണ്ടത് നിലവിൽ ഒരു പൊതു ടോയ്ലറ്റ്, പിന്നെ വണ്ടി ഒതുക്കാനുള്ള സ്ഥലം, പാർക്കിംഗ് ഏരിയ. പ്രധാനമായിട്ട് വേണ്ട കാര്യം വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾക്കൊരു ഗ്രൗണ്ട് വേണം, അതാണ് ഏറ്റവും അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് വേണ്ടത്. ബാക്കി പബ്ലിക് ടോയ്ലറ്റുകൾ, ബസ് സ്റ്റാൻഡ്, അങ്ങനെയൊക്കെ ടോയ്ലറ്റ് കിട്ടിയാൽ നന്നായിരുന്നു. പിന്നെ ബസ് സ്റ്റാൻഡ് ആവശ്യമാണ് അടിവാട്. പിന്നെ കുറച്ച് സർക്കാർ സ്ഥാപനങ്ങളും കൂടെ വന്നാൽ ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. യാത്രാ സൗകര്യങ്ങൾ, വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് വെള്ളം പറയാം? ഇവിടെ ഒരു ടോയ്ലറ്റ് അത്യാവശ്യമായിട്ട് വേണം. ഇവിടെ ടോയ്ലറ്റ് ഇല്ല, പള്ളിയുടെ ടോയ്ലറ്റിലാണ് പോകുന്നത്. പിന്നെ യാത്ര എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഊന്നുകല്ല്, മൂവാറ്റുപുഴ ഊന്നുകല്ലിന് ബസ് സർവീസ് കുറവാണ്. പിന്നെ വന്നിട്ട് പെട്ടെന്ന് എങ്ങനെയാണ് പറയും. ടൗണിനെ സംബന്ധിച്ചുള്ള വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? വനിതകൾക്കൊക്കെ ജോലിയുടെ ഒരു ഇതുണ്ട്. ഇപ്പം മൊത്തത്തിൽ കേരളത്തിൽ ജോലി സാധ്യത കുറവാലോ. യുവാക്കളൊക്കെ ഗൾഫിലേക്ക് പോകുമ്പോൾ ഇവിടെ കുറേ മന്ദിരങ്ങൾ ഉണ്ടാവുകയാണ്. വയസ്സായവർക്ക് എല്ലാ മക്കളും ഇവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പോൾ ഒരു +2 അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് പാസ്സായവർക്കൊക്കെ ഒരു 8, 15, 10 അങ്ങനെയൊക്കെയാണ് ശമ്പളമുള്ളൂ. അപ്പോൾ അവർ പറയണത് ഞങ്ങളുടെ ഭാവി കളയാൻ പറ്റില്ല, ഞങ്ങൾ വിദേശത്തേക്ക് പോവാണ്, ഇവിടെ ജോലി സാധ്യത കുറവാണ്, ഇവിടെ മക്കൾ നിൽക്കുന്നില്ല, ഇവിടെ മക്കളെ നിർത്തണം, ഇവിടെ നമ്മുടെ മക്കളെ തലമുറ ഇവിടെ ജോലി ചെയ്ത് ഇവിടെ ജീവിക്കണം. കാരണന്മാർക്കൊരു തുണയായിട്ട് എല്ലാവരും അനാഥമന്ദിരത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ട് വിദേശത്തേക്ക് പോയാൽ പിന്നെ അവരിങ്ങോട്ട് വരില്ല. ഞങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾ എത്ര ശമ്പളം തരും അങ്ങനെ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ നല്ല ശമ്പളമുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ അതുകൊണ്ട് കാരണം മക്കളെ വളർത്തണേ എന്തിനാ? നമ്മൾ വയസ്സാകുമ്പോൾ നമ്മൾ നോക്കണം. ഇല്ലെങ്കിലും നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് വളർത്തുന്നത്. പക്ഷെ ഇവിടെ ജോലി സാധ്യത കുറവാണ്. എല്ലാവരും ഭയങ്കര കടത്തിലാണ്. കടം ഇല്ലാത്ത ഒരു മനുഷ്യൻ ഒരു വീട്ടിലില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കുകൊണ്ട് ഈ സമൂഹത്തിൽ മൊത്തം കടബാധ്യത കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരാണ്. തൊഴിൽ രഹിതം. ഈ പ്രളയവും നമ്മുടെ കോവിഡും വന്നത് ശരിക്കും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളൊന്ന് ടച്ച് പിടിച്ച് വന്നപ്പോഴേക്കും കണ്ട യുദ്ധം വന്നു. ഇവിടെ ഗ്യാസിൻ്റെ പ്രശ്നം, പെട്രോളിൻ്റെ പ്രശ്നം, എല്ലാ സാധനങ്ങൾക്കും വില കൂടുതൽ. എല്ലാ ഉപ്പി തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വില കൂടി. നമ്മൾ ജോലി ചെയ്യുന്നതിന്, കൃഷി ചെയ്യുന്നതിന് നമുക്ക് വരുമാനം കുറവ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. അപ്പം അതിനൊരു നല്ലൊരു മാറ്റം നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഇപ്പോൾ ഈ തമിഴ്നാട്ടിലാണെങ്കിൽ നല്ല വികസനമുണ്ട്. ഇവിടെ അതില്ല, കേരളത്തിൽ അതില്ല. അപ്പം അത് നല്ലൊരു മാറ്റം ഇവിടെ വരണം. മനസ്സിലായ? അതാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു മാറ്റം വരണം ഇവിടെ. ഈ മക്കളെയൊക്കെ ഇവിടെ നല്ല രീതിയിൽ ഫീസൊക്കെ കുറച്ച് പിന്നെ ഈ കടബാധ്യതയൊക്കെ എഴുതി തള്ളാൻ പറ്റുമെങ്കിൽ അത്രയും മനുഷ്യരുടെ ആത്മഹത്യ കുറയും. കുറേ ആൾക്കാർ, എൻ്റെ കൂട്ടുകാർ കുറേ ഉണ്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവർ. അവരെ ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അവർ അങ്ങനെ കടമടിച്ച് അങ്ങനെ കൂട്ടിയതല്ല, അവരുടെ സാഹചര്യം കൊണ്ട് വന്നതാണ്. ആ കടങ്ങളൊക്കെ ഈ ഗവൺമെൻറ്റിന് എഴുതി തള്ളാം. പക്ഷേ ഗവൺമെൻറ് കട അവിടെ നിന്ന് ഇവിടുന്ന് കൂടുതൽ എടുത്തേക്കുവാണ്. അത് കേൾക്കുമ്പോൾ എവിടെ നിന്ന് എഴുതി തള്ളും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമുണ്ട്. നമ്മൾ മൊത്തത്തിൽ പ്രശ്നത്തിലാണ്. എല്ലാവരും ഒരു സന്തോഷം ഒരു മനുഷ്യനില്ല, ആർക്കും ഇല്ല. കച്ചവടം ചെയ്യുന്നവർക്കും ഇല്ല, അവർക്കും ഫുൾ കടമാണ്. മുന്നോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാനിവിടെ ഒരു ടൈലറിങ്ങാണ്. അവിടെ കടയിൽ ഇവിടെ കടയുണ്ട്. പക്ഷെ നമുക്ക് അതുകൊണ്ടൊന്നും വരുമാനമല്ല. നമുക്ക് പണി ചെയ്താൽ പൈസ കുറവ്. നമ്മൾ വാങ്ങാൻ പോകുന്ന എന്ത് സാധനത്തിനും വില കൂടുതൽ. കച്ചവടക്കാർക്കാണെങ്കിലും അവർക്കും പറഞ്ഞിട്ട് കാര്യമില്ല. അവരും ലക്ഷങ്ങൾ കടത്തിൽ നിൽക്കുമ്പോഴാണ്
പിന്നെ പച്ചക്കറി ആണെങ്കിലും പഴവർഗ്ഗങ്ങളാണെങ്കിലും അവർ വാങ്ങിക്കുന്നത് അവരങ്ങനെ ഭയങ്കര കടത്തിലാണ് ജീവിക്കേണ്ടതെന്നവർക്ക് അവരെല്ലാം ഓരോ സംരംഭങ്ങൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യമാണ് പ്രധാന പ്രശ്നം. ചേട്ടാ നമസ്കാരം. KCB ജനപക്ഷം 2026 നിന്നാണ്. അടിവാടിന് അടിയന്തരമായിട്ട് വേണ്ട വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് കാന റോഡിൽ വെള്ളം പോകാനുള്ള, പിന്നെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ള, പിന്നെ പ്രധാന പ്രശ്നം അതാണ്. ഇത്ര അഭിപ്രായത്തില് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേണം, റോഡിന്റെ വീതി വേണം, എപ്പോഴും ബ്ലോക്ക് ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, വെള്ളം കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. KCB ജനപക്ഷം 2026 നിന്നാണ്. ഈ നാടിന് അടിയന്തരമായിട്ട് വേണ്ട വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടിവാടിന് അത്യാവശ്യമായിട്ട് ഒരു പൊതു ശൗചാലയം ഇല്ല. പൊതു ശൗചാലയം അത്യാവശ്യമാണ്. കാരണം ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്ന് പോകുന്ന സ്ഥലമാണ്. ശൗചാലയം ഇല്ല ഇവിടെ. സ്ഥലത്തിന് പരിമിതികളുണ്ട്. അത് പഞ്ചായത്ത് കണ്ടെത്തി, അടുത്ത് വരുന്ന MLA ആരാണ് അവർ കണ്ടെത്തി അത് ചെയ്ത് ഞങ്ങൾക്ക് തരണമാണ് ഞങ്ങളൊരു അടിയന്തരമായ അത്യാവശ്യം. പിന്നെ ഇവിടെ ഈ വെള്ളക്കെട്ടുകളുണ്ട്, ഈ ഓടകൾ കാര്യങ്ങളൊക്കെ. ആ വെള്ളക്കെട്ടുകളൊന്ന് പരിഹരിച്ച് ഞങ്ങൾക്ക് ഇതാക്കി തന്നെ. പിന്നെ ഞങ്ങളിവിടെ കെട്ടക്കാരൊക്കെ ഈ വാടകക്കാർ കടകളൊക്കെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ വളരെ പ്രയാസത്തിലാണ് ഇരിക്കുന്നത്. അവർ പെട്ടെന്ന് വാടക കൂട്ടലും ശതമാനം കൂട്ടലും ഒക്കെ ആയിട്ട് ഞങ്ങളെ പ്രയാസത്തിലാണ്. അതൊക്കെ ഒരു പരിഹാരം അടുത്ത വരുന്ന ഭരണസമിതികളെ ചെയ്ത് തന്നെ ഞങ്ങൾക്ക് വ്യാപാരികൾക്ക് ചെയ്തു തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ അതിൻ്റെ ഒരു പ്രതിയാണ്. കാരണം നമ്മൾ അത്രയും വിഷമിച്ചാണ് ഇരിക്കുന്നത്. ഒരു വ്യാപാരിയാണ് ഞാൻ. ഇതാണ് നമ്മുടെ ആഗ്രഹം. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? അത് തന്നെ മെയിൻ ഇവിടെ ഇതാണ്, ബാത്റൂമില്ലാത്ത സൗകര്യം തന്നെ, അസൗകര്യക്കുറവാണ് മെയിനായിട്ട്. വേറെ പ്രശ്നങ്ങളൊന്നും നിലവിൽ ഓക്കെയാണ്. നിങ്ങളെ അല്ല അടിവാടിന് ഓടയുടെ പ്രശ്നങ്ങളുണ്ട്, റോഡിന് വീതി കുറവുണ്ട്, പാർക്കിങ്ങിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ. വേറെ വെള്ളം, യാത്രാ സൗകര്യങ്ങൾ അങ്ങനെയുള്ള വഴിക്ക് വീതി കുറവുണ്ട്, റോഡ് വീതി കുറവുണ്ട്, പാർക്കിംഗ് ഏരിയ കുറവുണ്ട്. ശുദ്ധജലത്തിനുള്ള ലഭ്യതയൊക്കെയാണ്. ശുദ്ധജലമൊന്നും വലിയ പ്രശ്നമില്ല. ഇതൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ. നാടിന് അടിയന്തരമായിട്ട് വേണ്ട വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ് അടിവാടിനെ സംബന്ധിച്ചോളം? അടിവാട് ട്രാഫിക് ഇല്ലാത്തൊരു വഴിയാണ് വേണ്ടത്. വൈകിട്ടായി കഴിഞ്ഞാൽ ബ്ലോക്ക് ആവുകയാണ്. പിന്നെ നല്ലൊരു ബസ് സ്റ്റോപ്പ് കാര്യങ്ങൾ, നമുക്ക് കോതമംഗലത്തിന് തിരിഞ്ഞ് നിൽക്കുമ്പോൾ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റിയ ബസ് സ്റ്റോപ്പ് ഇല്ല. വേറെ വികസനത്തിന്റെ ഇത് എനിക്ക് തോന്നിയിട്ടില്ല. ചേച്ചിയുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും പറയാനില്ല. വെള്ളം, യാത്രാ സൗകര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ടോയ്ലറ്റുകൾ കാര്യങ്ങളൊക്കെ. ടോയ്ലറ്റിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് അടിവാട് സിറ്റിയിൽ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതാണ്, ആവശ്യമാണ് നമുക്കിവിടെ. കാരണം ലേഡീസിനൊക്കെ ആണെങ്കിലും എപ്പോഴും വന്ന് പോകാനൊക്കെ ബാക്കിയെല്ലാ സൗകര്യം നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. ആണല്ലേ? ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളാണ് ഇവിടെ ഉള്ളത്. ഒരു അത്യാവശ്യം സാഹചര്യം ഉള്ളൊരു ഹോസ്പിറ്റൽ വന്നാൽ നല്ലതാണ്. ഈ ചെറിയ ക്ലിനിക്ക് പോലുള്ള ഹോസ്പിറ്റലുകളാണ് ഇപ്പോൾ അടിവാടുള്ളൂ. അത്യാവശ്യം ഒരു നല്ല ഹോസ്പിറ്റൽ വരണം, നല്ല കാര്യമാണ് ഞങ്ങൾക്ക്. കാര്യങ്ങൾ എന്തൊക്കെയാണ് അടിവാടിന് വേണ്ടത്? ഞാൻ കോതമംഗലത്തെ സംബന്ധിച്ചോളം എന്തൊക്കെ കാര്യമുണ്ട്? അവിടെ എല്ലാ പാലങ്ങളെല്ലാം ശരിയാക്കുന്നുണ്ടല്ലോ. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? നല്ല കാര്യങ്ങളാണ് ചെയ്യണേ. വികസന കാര്യങ്ങൾ എന്തൊക്കെ നടക്കണം? വികസന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ പെൻഷനെല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഹാപ്പി. കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, 100% ഓക്കെയാണ്. തുടങ്ങാം. KCB ജനപക്ഷം 2026 എപ്പിസോഡ് ഇന്നിവിടെ അടിവാട് അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു സ്ഥലമായി നാളെ കാണാം.